നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രതിഭ MLA എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവർ സിംഗിൾ പാരന്റ് ആണ്. അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണോ അതോ ഇനി ഡിവേഴ്സ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, STP പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജ പ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം. അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും സ്വന്തം മകൻ കനിവ് എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. 21 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കൈവശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കഞ്ചാവ് പിടിച്ചു എന്നൊരു വാർത്ത വരുന്നു. 90 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് വാർത്ത വന്നു. പിന്നീട് അത് പെട്ടെന്ന് ഇന്നായപ്പോഴേക്കും അത് 5 ഗ്രാമായി മാറി. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും അവന്റെ കൈവശത്ത് നിന്ന് പിടിച്ചിട്ടില്ല, അവൻ പുക വലിച്ചിട്ടേ ഉള്ളൂ, കഞ്ചാവ് വലിച്ചിട്ടേ ഉള്ളൂ, അതിന് പെറ്റി കേസ് വരുമായിരിക്കും എന്ന രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. എല്ലാം മന്ത്രമാണ്, മായമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ കേരളത്തിന്റെ പോക്ക്. എന്തായാലും നമ്മുടെ ഈ കനിവ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയിട്ടുള്ള പ്രതിഭ MLA ഇതുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ട് AKG സെന്ററിൽ നിന്ന് കൊടുത്തുവിട്ട ഒരുപാട് ക്യാപ്സ്യൂളുകൾ വാരി വിതറുന്നുണ്ട്. ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അത് പിന്നെ എന്ത് ബലാത്സംഗം ചെയ്ത കേസിലെ കൊടും ക്രിമിനൽ ആണെങ്കിൽ പോലും, കഞ്ചാവ് കേസിലാണെങ്കിൽ, MDMA ഏത് കേസിലാണെങ്കിൽ പോലും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണല്ലോ. എന്നാലും ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാല് ഇത് സഖാക്കന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള തൊലിക്കെട്ടിയാണ്. കാണ്ടാമൃഗത്തെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്, പക്ഷെ കാണ്ടാമൃഗത്തെ പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ തൊലിക്കെട്ടി, ആ ക്യാപ്സൂൾ വിതരണം എങ്ങനെയൊന്ന് കേൾക്കാം നമുക്ക്. ഗംഭീര, കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇതില് എൻ്റെ മകനുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിരുന്നു. പിന്നീട് അതിൽ ലൈവിൽ വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൈവിൽ വന്ന് പ്രതികരണം തരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും 24 ന്യൂസില് ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എൻ്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട്, 24 മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലിലും ഉണ്ട്, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ മുതലക്കണ്ണീര് പലരും ഒഴുക്കുന്നത് കണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? കാരണം ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ 9 കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ, ശരിക്കും അവര് പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അവര് സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ഞാനൊരു 10 പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും. മേ ബി പ്രതിയാവാം. ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ, അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പെറ്റി കേസ് എടുത്തോട്ടെ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പക്ഷേ എന്താ വാർത്ത വന്നത്? നോക്കൂ, സ്വന്തം മകനെ കുറിച്ച് പറയുകയാണ്. അതായത് 9 കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു. ആ കൂട്ടം കൂടിയിരുന്നത് ആ സമയത്ത് അവർ ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുകയെടുത്തിട്ടുണ്ടെങ്കിൽ, സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെറ്റി കേസ് വരുമായിരിക്കും. എത്ര ലളിതമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾക്കറിയാം, പണ്ടത്തെ ഒരു 80 അതല്ലെങ്കിൽ 75-ന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും, ഒരു പുകവലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓടി രക്ഷപ്പെടുന്ന കാലഘട്ടമായിരുന്നു. അവിടെയാണ് ഒരു MLA-യുടെ, മാത്രമല്ല ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീ ലഹരി മാഫിയക്കെതിരെയും അതിനെതിരെയൊക്കെ വലിയ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന നാട്യക്കാരിയാണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം അതിലൊന്നും ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകൻ, തന്റെ വീട്ടിലുള്ള 21 വയസ്സുള്ള കനിവ് എന്ന് പറയുന്ന സ്വന്തം മകൻ കഞ്ചാവ് വലിച്ചാൽ അതിനെന്താ, ഒരു പുകയെടുത്താൽ എന്താ കുഴപ്പം? അത് ചെറിയ പെറ്റി കേസല്ലേ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്ന് പറയുന്ന ഇവർ ലഹരി മുക്ത ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കേട്ടു നോക്കാം, അല്പം കൂടി കേൾക്കാം, ഫുള്ളായിട്ടൊന്നും കേൾക്കണ്ട.
അതിന് മാത്രമുള്ള ക്വാളിറ്റി ഒന്നുമില്ല. സ്വന്തം മകൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് 9ാം പ്രതിയാണ്. അവൻ വലിച്ചോട്ടെ, അവൻ കൈവശം വെച്ചില്ലല്ലോ. ഇന്നലെ 90 ഗ്രാമായിരുന്നു, ഇന്നത് 5 ഗ്രാമായി മാറി. ഇപ്പോൾ ഇവർ പറയുന്നു അവൻ വലിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ആഭ്യന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈ തന്നെയാണല്ലോ. അപ്പൊ എന്തു ആവാലോ. എന്തായാലും ബാക്കി കേൾക്കാം. അഡ്വക്കേറ്റ് പ്രതിഭ MLA മകൻ, അപ്പൊ അവിടെ ദുരുപയോഗം ചെയ്തത് എന്റെ പദവിയെ അല്ലേ, MLA എന്ന പദവിയെ അല്ലേ? നോക്കൂ, അഡ്വക്കേറ്റ് പ്രതിഭ MLA മകൻ എന്ന് പറഞ്ഞത് ഇവരുടെ പദവി ദുരുപയോഗം ചെയ്തതാണ് അത്രയും. അപ്പോൾ ഇവരുടെ മകൻ കനിവ് ഇവരുടെ മകനല്ലേ എന്നൊന്നും ആരും ചോദിക്കരുത്. അത് ചോദിച്ചാൽ സെക്ഷൻ മാറിപ്പോവും, നിങ്ങൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അകത്തായി പോവും. ഇതാണ് ഈ സ്ത്രീ പറയുന്നത്. തന്റെ മകനെ ഇവരുടെ മകൻ എന്നല്ലാതെ പിന്നെ നാട്ടുകാരുടെ അതല്ലെങ്കിൽ അയലോക്കത്തുള്ള സുശീലേന്റെ മകൻ എന്ന് പറയാൻ പറ്റുമോ മാന്യ പ്രേക്ഷകരെ? ഇതൊക്കെയാണ് ഇവരുടെ ക്യാപ്സൂൾ വിതരണം എന്നുള്ളത്. ഇനി കുറച്ചുകൂടെ കേൾക്കാം. റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ 24-ലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട് ദയവ് ചെയ്ത്. നോക്കൂ, ആ റിപ്പോർട്ട് കൊടുത്ത 24 ന്യൂസിനെ കുറിച്ച് നമുക്ക് വലിയ പേരൊന്നും പറയുന്നില്ല, നമ്മൾ പൊക്കി പറയുന്നില്ല. പക്ഷെ അതിൽ ഈ കഞ്ചാവ് കേസിൽ 9 പ്രതികളിൽ ഒരു പ്രതിയായിട്ടുള്ള ഈ ചങ്ങാതിയെ പിടിച്ചതിന് വാർത്ത കൊടുത്ത റിപ്പോർട്ടറോട് പറയാ, നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ പൊതുരംഗത്തേക്ക് ഇറക്കി എന്നിട്ട് അവരെ പേരിൽ വാർത്ത കൊടുക്കുക എന്നുള്ളത്. പൊന്നു ചാച്ചി ചോദിക്കട്ടെ, അവരുടെ മക്കളാരും കഞ്ചാവ് വലിക്കാനോ ഈ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് കഞ്ചാവ് സഹിതം പിടിച്ച ഈ പ്രതികളുടെ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ ആ റിപ്പോർട്ടറുടെ വീട്ടുകാരെയൊക്കെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ മകനെ വെളുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പച്ചയ്ക്ക് പറയാം. എന്റെ മകൻ ഒരു വലിയല്ലേ വലിച്ചിട്ടുള്ളൂ, ഞാൻ കഞ്ചാവ് വലിക്കുന്നതിനെതിരെയും കള്ളിനും മയക്കുമരുന്നിനൊക്കെ എതിരെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, എന്റെ മകൻ ഒരു വലിയ വലിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ സംസ്കാരം, അത് നിങ്ങളുടെ ക്യാപ്സൂൾ രീതി. കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, നമ്മൾ കുറ്റം പറയില്ല. അത് അവരുടെ രീതിയാണ്, സംസ്കാരമാണ്. ബാക്കി നോക്കാം. എന്നെ വിട്ടേക്ക്. ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്നൊരു ലേഡിയല്ലേ. മാത്രമല്ല, നിങ്ങൾ ഓർക്കണം, അങ്ങേയറ്റം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ. നോക്കൂ, അങ്ങേയറ്റം മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെയൊക്കെ ക്യാമ്പയിനിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവർ എന്നാ പറയുന്നത്. സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ കഞ്ചാവ് വലിച്ചാൽ അത് വലിച്ചോട്ടെ എന്ന് ആ ഒരു എന്താ പറയാ അതിനെ അനുവദിക്കുന്ന, അതിന് ഇത്ര സില്ലി കേസല്ലേ, അതെന്താ ഒരു പെറ്റി കേസിന് മാത്രമല്ലേ വകുപ്പുള്ളൂ എന്ന് ചോദിക്കുന്ന ഇവർ എന്നിട്ട് പറയുകയാണ്, ഞാൻ കഞ്ചാവിനും മയക്കുമരുന്നിനും കള്ളിനും ഇതിനുമൊക്കെ ഞാൻ ക്യാമ്പയിനിങ് പോകുന്ന ഒരു സ്ത്രീയല്ലേ എന്നാ ചോദിക്കുന്നത്. എന്തോ ഒരു വിരോധാഭാസം, വേറൊന്നും പറയല്ല. ബാക്കി നോക്കാം. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. വീണ്ടും ദേവി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഇടവരുത്തരുതായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും 24-ൽ കണ്ടു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞ ആ ഒരു FIR കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലുമില്ല. അതെങ്ങനെ 24-ന് കിട്ടി? അതാണ്. അയ്യോ, പ്രതിഭ MLA പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടിക്കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും, രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ. പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച, പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ 2 ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട. ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടും. നോക്കൂ, ഇവരുടെ മകൻ കഞ്ചാവ് വലിച്ചോട്ടെ, അതിനെന്താ പെറ്റി കേസല്ല, ഞങ്ങൾ സഹിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ പറയാണ്, ഈ കഞ്ചാവ് വലിക്കുന്ന 9 അംഗ സംഘത്തിൽ നിന്ന് ഇവനെ പൊക്കിയത് പോലീസ്. ആരുടെ പോലീസാ? ഈ ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന വകുപ്പിലെ പോലീസാ പൊക്കിയത്. എന്നിട്ട് പറയാണ്, രാഷ്ട്രീയ എതിരാളികൾ വല്ല നക്കാപ്പിച്ച് നക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നക്കിക്കൊണ്ട് എന്തിനാണ് എന്റെ മോനെ എന്നെ കുറ്റം പറയുന്നത് ചോദിക്കുക. നാണവും ഉളുപ്പും മാനവും ഉണ്ടോ എന്ന് ആരും ചോദിക്കരുത്. ചോദിച്ചാൽ അഡ്വക്കറ്റ് ആണ്, കേസ് വരും, ജാമ്യമില്ലാതെ ഉള്ളു പോവേണ്ടി വരും. എന്തൊക്കെ കാണണം ഈ നാട്ടിൽ. കഞ്ചാവും മയക്കുമരുന്നും കള്ളുമൊന്നും ഇത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, ഞങ്ങൾ നവോത്ഥാനക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഞങ്ങൾ കുടുംബത്തിലുള്ള ആരായാലും അത് വലിച്ചാലും കുടിച്ചാലും ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നാട്ടുകാരെ എന്നാ ചോദിക്കണേ. ബാക്കി നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്റെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാനായിരിക്കും. ഇതൊന്നും വെറും വാചകോടിയൊന്നും അല്ല. ഒരാളെയും ഞാൻ അങ്ങനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളല്ല, ഒരു തെറ്റിനും കൂട്ടു നിൽക്കുന്ന ആളല്ല. മദ്യവും മയക്കുമരുന്നോ കഞ്ചാവോ ഉപയോഗിച്ച് ഒരാളെയും രക്ഷിക്കാൻ പ്രതിഭ MLA ഇന്നുവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത്ര ഒരു കേസും ഇല്ല, ആരുടെയും കേസിൽ ഇടപെടില്ല.
എന്റെ മകനെന്നല്ല ഒരാളുടെയും കേസ് ഞാൻ ഇടപെടില്ല. അതിൽ മകനാണെങ്കിൽ പോലും ഞാൻ ഇടപെടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വീണ്ടും ഇന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവമാനിക്കാനായിട്ട് 24 ചാനലാണ് ശ്രമിക്കുന്നത്. 24ഉം അതിനോടൊപ്പം മറ്റൊരു ചാനലും ഉണ്ട്. ജനം TV ചെയ്തു. ജനം ചെയ്യുമ്പോൾ നമുക്കറിയാം ജനം വ്യക്തമായ CPM വൈരാഗ്യമുള്ള ചാനലാണ്. ജനം ചെയ്യുന്ന ചെയ്തോട്ടെ, ഞാൻ ജനം ഒന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ ഇന്നിപ്പോ ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും. ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും, ഒരു സ്മോക്കൊക്കെ എടുത്തിട്ടുണ്ടാവും. അതെന്താണ് ഞങ്ങളെ ചെഗുവേര അണ്ണൻ ഇത് 24 മണിക്കൂറും വലിച്ചു കണ്ട് നടക്കുന്ന ചിത്രം പ്രചരിപ്പിക്കുന്നു, വീഡിയോ പ്രചരിപ്പിക്കുന്നു. ചെഗുവേര അണ്ണന്റെ ആ കഞ്ചാവ് വലിച്ചിരിക്കുന്ന ഫോട്ടോ ആണല്ലോ ഞങ്ങളുടെയൊക്കെ പൂയ്യ മുറിയിൽ ഇരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. നോക്കൂ, എന്താണ് ഇതിനൊക്കെ പറയാ. അല്പം കൂടി കേക്കാട്ടെ, ഇനി രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പറയുന്നുണ്ട്. എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്കനും സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും, ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 24 ന്യൂസിന് നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ. പക്ഷെ എന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്, അവൻ പെട്ടുപോയതാണെന്ന് വരെ അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ അതൊന്നും ഈ ഒരു കേസിന്റെ ഒരു ഇതിനെ നിർത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. അതിപ്പോ എന്നോട് പറഞ്ഞതും കാര്യങ്ങളും എല്ലാം എനിക്കറിയാമല്ലോ. അപ്പോ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവന്നു, പ്രതിഭ MLAയിലേക്ക് അത് എത്തിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ശരി. ഈ പറഞ്ഞ 24 ന്യൂസിലെ റിപ്പോർട്ടറെ ഞാൻ നന്നായി തന്നെ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മോശമായി ചെയ്തതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അയാൾ കാണിച്ച ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. അതായത് ഒരു കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം 9 അംഗങ്ങൾ പിടിക്കപ്പെടുന്നു. അതിൽ ഈ പ്രതിഭയുടെ മകനുണ്ട് എന്ന് സത്യത്തിൽ ആ പോലീസുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു MLAയുടെ മകനുണ്ടായിരുന്നെങ്കിൽ അവർ സ്പോട്ടിൽ അവനെ ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഈ 9 എണ്ണത്തിനും പൊക്കിയ കൂട്ടത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന സമയത്താണ് എന്റെ അമ്മച്ചിയാണ് ഇവിടത്തെ MLA പ്രതിഭ ചാച്ചി എന്ന് പറഞ്ഞത്. അതോടുകൂടി പോലീസുകാർ പെട്ടു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ 90 ഗ്രാം പറഞ്ഞിരുന്നു, ഇന്നത് രാവിലെ 5 ഗ്രാമായി. എന്താ ഈ ചാച്ചി പറയുന്നു, മോനൊന്ന് വലിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് സിമ്പിൾ കേസല്ലേ, പെറ്റി കേസല്ലേ. എന്നിട്ട് മാധ്യമങ്ങളുടെ തലയിലേക്ക് കയറുക, പച്ചത്തെറി വിളിക്കുക, ചെറ്റകൾ എന്ന് വിളിക്കുക. നല്ല സംസ്കാരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരോട് സത്യത്തിൽ നമുക്കൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ആ രാമായണ മാസത്തിലെ രാമായണം വായനയും അതുപോലെ കൃത്യമായിട്ടും ആ ഹിന്ദു ആ ഒരു ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകമായിട്ടൊരു സ്നേഹവും ബഹുമാനവും നമുക്കുണ്ടായിരുന്നു. ഇനി അത് എങ്ങനെയാണ് നമ്മളിത് പാലിക്കുക? സ്വന്തം വീട്ടിൽ സ്വന്തം മകനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അമ്മ, ആ അമ്മ 21 വയസ്സുള്ള ഒരു പൈതലാണ്, ഒരു കുഞ്ഞാണ് എന്ന് തന്നെ പറയേണ്ടത്. അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഇവർ എന്തിനാണ് ഈ നാട്ടുകാരെ നന്നാക്കാൻ ഈ പറയുന്ന മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെയൊക്കെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പോകാറുണ്ട് അത്രയും. സ്വന്തം വീട്ടിൽ നടത്തേണ്ട ക്യാമ്പയിൻ അത് മറന്നുകൊണ്ട് നാട്ടുകാരെ മേത്തോട്ടാ പോയത്. നാട്ടുകാരെ നന്നാക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ, വീട്ടുകാരെ നന്നാക്കാൻ ആ ബുദ്ധിമുട്ട് സത്യത്തിൽ കുറച്ചുകൂടെ കേൾക്കാൻ. എന്തായാലും ഐ ആം സോറി ഫോർ ദിസ് വേർഡ് ചെറ്റത്തരം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് 24 ന്യൂസിലെ റിപ്പോർട്ടർ അയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാവം ഒരു സ്ത്രീയെയും അല്ലെ അവരുടെ കുട്ടിയെയും ഇപ്പൊ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു മിസ്റ്റർ ഇതുകൊണ്ട്? നിങ്ങൾക്ക് പേര് വരാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നെ വിറ്റ് നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പറ്റുന്നൊരു തൊഴിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കണം. കാരണം മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഞാൻ അടച്ചാക്ഷേപിക്കാറില്ല. ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മിടുക്കരായ സമർത്ഥരായ പഴയ ഒരുപാട് മാധ്യമപ്രവർത്തകർ. അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെയൊക്കെ പണ്ട് സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞ പോലെ പഴയ മാധ്യമപ്രവർത്തകരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ചില റിപ്പോർട്ടേഴ്സ് ഇപ്പൊ ഇനി ഇത് പറഞ്ഞിട്ട് നാളെ പറയും പ്രതിഭ എല്ലാരെയും തെറി വിളിച്ചു എന്ന് പറയും. ഇതെന്റെ മകനുണ്ടായ പ്രശ്നത്തിലുള്ളൊരു ഫീലിങ്സ് അല്ല. എന്നെ പോലെ ഒരുപാട് പേര് നിങ്ങൾ വേട്ടയാടുന്നുണ്ട്, ഒരുപാട് പേര്. ഇപ്പൊ കൂടി ഞാൻ കാണാണ്. ഞാൻ വിളിച്ച് വിവരം ചോദിച്ചപ്പോ അങ്ങനെ ഒരു FIR ഇട്ടിട്ടേ ഇല്ല. കൂട്ടം കൂടി ഇരുന്നതിന് സ്മോക്ക് ചെയ്തതിന് ചിലപ്പം പെറ്റി കേസ് FIR ഇട്ടിട്ടുണ്ടാവണം. ഞാൻ അതുപോലും എടുക്കാൻ പോയില്ല ഇതുവരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ ആ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. പെറ്റി കേസ് ഉണ്ട്. കാരണം ആ ഗ്യാങ്ങിനകത്ത് അവനും ഇരുന്നു. അത് ശരിയാണ്, ഗ്യാങ്ങിനകത്ത് ഇരുന്നു. ഏതാ ഗ്യാങ് എന്നറിയാമോ? കഞ്ചാവ് വലിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഗ്യാങ്ങിന്റെ കൂടെ ഇരുന്നു എന്റെ മോനൊന്ന് വലിച്ചു. ഇതൊക്കെ എന്താണ് മക്കളെ? എന്തായാലും കേക്കാം. നിങ്ങൾ പറഞ്ഞത് 90 ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ MLAയുടെ മകൻ, അതിലൂടെ എന്റെ പേര് ദുരുപയോഗം ചെയ്തു, അതൊരു കേസ്. എന്റെ ഔദ്യോഗിക പദവിയെ ദുരുപയോഗം ചെയ്തു, അത് മറ്റൊരു കേസ്. അപ്പൊ എന്റെ മകൻ അറിയാത്തൊരു കേസില്
നിഷ്കളങ്കനായ ആ കുട്ടിയെ തെറ്റായ ഒരു കാര്യത്തിൽ. കാരണം അവൻ കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവ് നടന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നേ, നിങ്ങളത് സംശയിക്കണ്ട. പക്ഷെ അത് ചെയ്യാത്തൊരു കാര്യം വീണ്ടും 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 നിങ്ങൾ വീണ്ടും പറയുകയാണ്. ആ കുട്ടി തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, നിങ്ങൾ ചെയ്ത തെറ്റിനെ ശരിയാക്കാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമം ഉണ്ടല്ലോ, ഇത് ഈ ചെയ്ത എല്ലാ റിപ്പോർട്ടേഴ്സിനോടും ഞാൻ പറയാണ്. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേസൊന്നും ഒരു പുത്തിരി ആയിരിക്കത്തില്ല. കാരണം മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിച്ച് അട്ട പോലെ വീർക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തിരി ആയിരിക്കത്തില്ല. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് എന്റെ ഞാൻ ചോദിക്കട്ടെ, മറ്റു 9 പേരുണ്ടല്ലോ, അവർക്കും ഒക്കെ രക്ഷകർത്താക്കളുണ്ടല്ലോ. എന്താ നിങ്ങൾ അവർക്ക് റേറ്റിംഗ് ഇല്ലല്ലോ അല്ലേ? അവരുടെ പേര് പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടത്തില്ലല്ലോ. പ്രതിഭ MLA എന്ന് പറഞ്ഞാലല്ലേ റേറ്റിംഗ് ഉള്ളൂ. റേറ്റിംഗിന് വേണ്ടി ഒരല്പമെങ്കിലും ലജ്ജ ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് തൊലിക്കെട്ടി പാടില്ല 24 ന്യൂസിന്റെ റിപ്പോർട്ടറെ, ഇത്രയും തൊലിക്കെട്ടി പാടില്ല. ഒപ്പം 24 ന്യൂസിന്റെ മേധാവികളും ശ്രദ്ധിക്കുക. രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞ് എന്തും കേൾക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ജാഗ്രത. ഞങ്ങളുടെ മക്കളും സാധാരണ മക്കളാണ്, എല്ലാവരുടെയും മക്കളെ പോലെ തന്നെയാണ്. എല്ലാവരുടെയും മക്കളെ പോലെ തന്നെയാണ് അത്ര ഇവരുടെയും മക്കള്. പക്ഷെ നമ്മുടെ ഒന്നും വീട്ടിലെ മക്കള് കഞ്ചാവ് വലിക്കാറില്ല. അത് ഇനി വലിച്ച് പിടിക്കപ്പെട്ടാൽ അതൊരു സില്ലി കേസ്, അതൊരു പെറ്റി കേസ് എന്ന് മാത്രം പറഞ്ഞ് നമ്മളാരും പറയില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിക്കും. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ക്യാമ്പയിൻ നടത്താനൊന്നും പോയിട്ട് കാര്യമില്ല. സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ നന്നാക്കാൻ പറ്റാത്ത ഇവരൊക്കെയാണ് നാടിനെ നന്നാക്കാൻ വേണ്ടി MLA ആയിരിക്കുന്നത് എന്ന ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കുട്ടിയെ കുറിച്ചോ കുറ്റം പറയാനോ അതല്ലെങ്കിൽ അവർ ചെയ്യാത്ത കുറ്റം ചാർത്തി കൊടുക്കാനോ നമുക്കാർക്കും ഒന്നും താല്പര്യമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു നാട് നന്നാക്കാൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിജ്ഞ എടുത്ത് ഉത്തരവാദിത്തത്തോടു കൂടി ലക്ഷക്കണക്കിന് അതല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ വോട്ടും നേടി ജയിച്ച ഒരു MLAക്ക് സ്വന്തം മകൻ കഞ്ചാവും വലിച്ച് നടക്കുന്നുണ്ട്, ആ കേസിൽ ആ ഗ്യാങ്ങിൽ പെട്ടിരിക്കുന്നു, അവനെ സംരക്ഷിച്ച് മാറ്റാൻ പറ്റാത്ത ഈ MLA എങ്ങനെയാണ് നാട്ടുകാരുടെ വിഷയങ്ങൾ നന്നാക്കുക, രക്ഷപ്പെടുത്തുക എന്ന ചോദ്യം, അത് വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർത്തുന്നത്. അല്ലാതെ യാതൊരു ഇവരോട് ബഹുമാനക്കുറവ്, അവര് സ്ത്രീയാണ്, ആ സ്ത്രീയുടെ ഒരു മകൻ എന്നുള്ള കൺസിഡറേഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത്തരത്തിൽ വിളമ്പുന്ന ഈ ക്യാപ്സൂളുകളൊക്കെ വിഴുങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി തലയും വെച്ച് സുഖമായി കടന്നുറങ്ങുന്ന മലയാളി അല്ലെങ്കിൽ മണ്ടനാണ്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയ അടിമയായി മാറിയിട്ടുണ്ട് മലയാളി. ആ മലയാളിയുടെ അണ്ണാക്കിലേക്ക് എന്ത് ക്യാപ്സൂൾ ഇട്ട് കൊടുത്താലും അത് വിഴുങ്ങി പോകുന്ന മലയാളിയോട് ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്തായാലും ഈ ഒരു ക്യാപ്സൂൾ എന്തായാലും മലയാളികൾ വിഴുങ്ങില്ല. സ്വന്തം മകനെ നോക്കാൻ പറ്റാത്ത ഈ സ്ത്രീ എങ്ങനെയാണ് തന്റെ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ സേവിക്കുക എന്ന ചോദ്യം, അത് വലിയ ചോദ്യം തന്നെയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.